എന്നുകൊണ്ട് പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ വീക്കെൻഡായിട്ട് രാവിലെ തന്നെ ഏട്ടനും കുട്ടികളും കൂടി സോക്കർ പ്രാക്ടീസിന് വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ സോക്കർ തുടങ്ങിയതിന് ശേഷം ഇതൊരു ബിസി 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 ടൈമാണ്. കാര്യം എല്ലാ ആഴ്ചയിലും അവർക്ക് സോക്കർ പ്രാക്ടീസും ഒക്കെ ആയിട്ട് ഞാനും ഏട്ടനും ഭയങ്കര തിരക്കാണ്. അപ്പോൾ തിരിച്ചതിന് ശേഷം ഏട്ടൻ വരുമ്പോഴത്തേക്കും ഏട്ടനും കുട്ടികളും വരുമ്പോഴത്തേക്കും 1 മണിക്കൂർ കഴിയും. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, ഒരു കുറച്ച് ക്ലീനിങ്ങും കിച്ചൺ ക്ലീനിങ്ങും കുറച്ച് കുക്കിങ്ങൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. അതിനുശേഷം എല്ലാം ഫ്രീസറിലായിരുന്നു. ചിക്കനും ഫിഷൊക്കെ ഫ്രീസറിലായിരുന്നു. അപ്പോൾ അതെല്ലാം വെള്ളം ഒഴിച്ചിട്ട് ഡീഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പം ഈ ആഴ്ച ശരിക്കും ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ചീര മെഴുക്ക് പുരട്ടാം, പിന്നെ ഫിഷ് ബേക്ക് ചെയ്യാം, ചിക്കനും ബേക്ക് ചെയ്യാം, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കണമെന്നുണ്ട്. അത് എത്ര വരെ ഇത്ര എല്ലാ സാധനങ്ങളും നടക്കുന്ന എനിക്കറിയില്ല. മിക്കവാറും 1-2 സാധനങ്ങൾ ഞാൻ തിരിച്ച് ഫ്രിഡ്ജിൽ കയറ്റാനായിട്ടുള്ള സാധ്യതയാണ്. അപ്പം അങ്ങനെ എന്താ പറയുക, കുക്കിംഗ് മാമാങ്കം തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് പുറത്ത് നല്ല വെതറാണ് കേട്ടോ. പുറത്ത് നല്ല വെതറായതുകൊണ്ട് ഒന്ന് പുറത്തിറങ്ങി ചെടികളൊക്കെ ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ വെതറായി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാനും പിന്നെ ഗാർഡനിങ്ങിനും ഒക്കെ ആയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പം പുറയിൽ കാണുന്നത് നമ്മുടെ റോബോട്ടാണ്. പുള്ളി ലോൺ മോവറാണ്. കാര്യം നമ്മൾ ബാക്ക് യാർഡ് ഫുൾ ആ റോബോട്ട് വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ യാർഡിൽ നിന്ന് കിട്ടിയ പ്ലം അല്ല കേട്ടോ, ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ നല്ല പ്ലമ്മായിരുന്നു. കണ്ടോ, എൻ്റെ പീച്ചൊക്കെ ശരിക്കും നല്ല പൂവുണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്തവണ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ തവണ എൻ്റെ പീച്ചിൽ മുഴുവൻ ബഗ്സ് വന്നു കേട്ടോ. എനിക്കറിയില്ല ഈ ബഗ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. എല്ലാ വർഷം എനിക്ക് 1-2 പീച്ചേ കിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ എത്ര പീച്ച ഉണ്ടാവണമെന്നറിയോ? പക്ഷേ ഈ ബഗ്സ് വന്നിട്ട് ഇത് മുഴുവൻ തിന്നുന്നേ, അതാണ് പ്രശ്നം കേട്ടോ. അപ്പം എന്തെങ്കിലും ചെയ്യണം. എനിവേസ്, അപ്പം ഞാൻ അകത്ത് വന്നു. എന്നിട്ട് ഞാൻ മറ്റേ ചീര ഉണ്ടല്ലോ, ചെറിയ സ്പിനച്ച്, അതെല്ലാം ചോപ്പ് ചെയ്ത് പിന്നെ ചിക്കൻ വെച്ചു. ചിക്കൻ്റെ എല്ലാ സാധനങ്ങളും നേരത്തെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ചിക്കൻ ബേക്ക് ചെയ്തു. പിന്നെ ചീര മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സമയമായി. പിന്നെ എനിക്ക് ഫിഷ് വെക്കാൻ നേരമില്ല. അതുകൊണ്ട് ഞാൻ ഫിഷ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇത് കണ്ടോ, നമ്മുടെ പുതിയ ബണ്ണിക്കുട്ടികളെ കണ്ടോ? ഞങ്ങളുടെ ബാക്ക് യാർഡിൽ ഒരു മമ്മി 5 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കേട്ടോ. എന്നിട്ട് അതുങ്ങളെല്ലാം ഇങ്ങനെ ബാക്ക് യാർഡിൽ ഓടി നടക്കുക. എന്ത് രസമല്ലേ!